ശ്രീ വി എസ് ജിതിൻ ദേവ് കൊടിമര പ്രതിഷ്ഠ നടത്തുന്നു. ആവശ്യത്തിലേറെ സ്വർണം വരുന്നു, അത് വാങ്ങുന്നു. വാങ്ങാൻ പാടില്ലാത്ത ആൾ വാങ്ങി മറ്റൊരിടത്തേക്ക് മാറ്റുന്നു. ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയ ആൾ നിശബ്ദം മിണ്ടാതിരിക്കുന്നു. ഇപ്പോൾ ദേവസ്വം വിജിലൻസ് അതിനെ കണ്ടെത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് കുറ്റക്കാരല്ല, പകരം ഈ അഭിഭാഷക കമ്മീഷനാണ് കുറ്റം ചെയ്തത് എന്ന് പറയുന്നു. ഇന്നിപ്പോൾ ഒരു അന്വേഷണം വരികയാണ്, അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുകയാണ് സർക്കാർ. ആ അന്വേഷണ സംഘം ആര് നയിക്കണമെന്ന് മനോജ് എബ്രഹാം തീരുമാനിക്കുന്നു. നോക്കൂ, അടിമുടി ദുരൂഹത കൊടിമര പ്രതിഷ്ഠയിലും ഉണ്ടാകുന്നു. അങ്ങനെ വേണ്ടേ മനസ്സിലാക്കാൻ? ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഒരു പൊളിറ്റിക്കൽ ബാലൻസിങ്ങിനുള്ള ശ്രമമാണോ നടക്കുന്നത്? തീർച്ചയായും കൃഷ്ണരാജ്, കാരണം ഇതിപ്പോൾ എന്താ ഇതിനകത്തൊക്കെ പറയുക, വേദനയോടെയും വിഷമത്തോടും കടിച്ചമർത്തിയ ദേഷ്യത്തോടും ഇതെല്ലാം കേട്ടിരിക്കാനേ നമ്മളെപ്പോലുള്ള അയ്യഭക്തർക്ക് സാധിക്കുന്നുള്ളൂ. രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? ഇതിനകത്തൊക്കെ ഇത്തരത്തിലുള്ള നിലപാടുകളിലേക്കും കൊള്ളയിലേക്കും ഒക്കെ ഈ കുർവാ സംഘത്തിന് കേൾക്കാമോ? ഞാൻ കേൾക്കാം, പറയൂ. ഈ കുർവാ സംഘത്തിന് എങ്ങനെ പോകാൻ സാധിച്ചു? അതല്ലേ അന്വേഷിക്കേണ്ടുന്നത്. ഇപ്പോൾ CPM നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വന്നപ്പോൾ അതിനകത്ത് പ്രതിരോധത്തിലായപ്പോൾ ഞങ്ങൾ മാത്രമല്ല കട്ടത്, നിങ്ങളും കട്ടിട്ടുണ്ട്, ആ കട്ടത് ഞങ്ങൾ വിളിച്ചു പറയും എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ മാത്രം തുറന്നു പറയാൻ തയ്യാറാകുന്നു. കടിമുടിയ അഴിമതിയല്ലേ, വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാകുന്നു. ഏതായി കുറിപ്പ്? ആരാ ഇയാളെ ആരേൽപ്പിച്ചു? ഇയാൾക്ക് എന്താ അവകാശമുള്ളത്? ഇയാൾക്ക് ഏത് തരത്തിലുള്ള അധികാരമുള്ളത്? ദേവസ്വം ബോർഡിനെയല്ലേ ഏൽപ്പിച്ചത്? വിശ്വസിച്ചത് ഭക്തർ ദേവസ്വം ബോർഡിനെയല്ലേ? ഇവിടെ കൃത്യമായി ഭരണം നടത്തുമെന്നും ക്ഷേത്രം മുതൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകത്തില്ലെന്നും വിശ്വസിച്ചത് ദേവസ്വം ബോർഡിനെയല്ലേ? അതിന് നേതൃത്വം കൊടുത്തവരല്ലേ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, ഈ രണ്ട് മുന്നണികളുടെ നേതാക്കന്മാർ? ഈ കുർവാ സംഘം മുഴുവൻ കട്ടുപിടിച്ചിരിക്കുന്നു. എന്തെല്ലാം അടിച്ചുകൊണ്ടുപോയി? കട്ടള, വാതിൽപ്പാളികൾ, ദ്വാരപാലകന്മാര്, പീഠം, കൊടിമരം, ആലില, എന്തെല്ലാം അടിച്ചുകൊണ്ടുപോയി. കാണുന്നിടത്തെല്ലാം പോയി പൈസ വാങ്ങിക്കുക, കാണുന്നിടത്തെല്ലാം സ്വർണം വാങ്ങിക്കുക. എന്തൊക്കെയാണ് ഈ കാണിച്ചു വെക്കുന്നത്? എന്തൊക്കെയാണ് ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതിനകത്ത് വേണ്ടുന്നത് കൃത്യമായ അന്വേഷണമാണ് കൃഷ്ണരാജ്. 10, 30, 35 വർഷക്കാലം പുറകോട്ട് പോയി അന്വേഷിക്കണം, മുൻപോട്ടും പുറകോട്ടും പോകണം. എല്ലാം വാരി വലിച്ചിട്ട് പുറത്തിട്ട് അന്വേഷിക്കണം. ഈ കുർവാ സംഘത്തിനെ ജനങ്ങൾക്ക് മുമ്പിലും നിയമത്തിന് മുമ്പിലും കൊണ്ടുവരാൻ തയ്യാറാകുന്ന ഏജൻസികളാണ് ഇവിടെ വേണ്ടുന്നത്. അല്ലാതെ പൊളിറ്റിക്കൽ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോ എന്താണ് ചെറിയ അമുട്ട് പൊട്ടിക്കുന്ന ഏജൻസികളല്ല. ഇവരെയൊക്കെ ആര് വിശ്വസിക്കുന്നു? നാളെ ഒരു ഭരണം മാറി അങ്ങനെ സംഭവിക്കത്തില്ല. അധികാരം കോൺഗ്രസിലേക്കും CPM-ലേക്കും ഇനി പോകല്ലേ എന്നാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യങ്ങളാൽ ഈ കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കൊടിമരത്തിന് അന്വേഷണം എന്താകും? അന്ന് വിജിലൻസ് കൂട്ടടക്കപ്പെട്ട തത്തയാവത്തില്ലേ? അപ്പോ ഇതൊന്നും പുറത്തു വരാതിരിക്കാനാണ് ഇത്രയും കാലം ഇവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ദേവസ്വം ബോർഡ് ഭരിക്കാൻ അവസരം കിട്ടിയവർ ഈ ചെയ്തുകൊണ്ടിരുന്നത് ഈ അഴിമതികളെല്ലാം ഒന്നൊന്നായി മൂടിവെക്കുക. അവിടെ കൊടിയുടെ നിറം വ്യത്യാസമാണെങ്കിലും കുഴപ്പമില്ല, രാഷ്ട്രീയം വ്യത്യാസമാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ കട്ട്, എനിക്ക് വീതം കിട്ടി, നിനക്കും കിട്ടട്ടെ. നോക്കൂ, VS ജയകുമാർ പാത്രങ്ങൾ വാങ്ങിച്ചതിനകത്ത് അഴിമതി നടത്തിയിരിക്കുന്നു. ഏതെല്ലാം തരത്തിലുള്ള അഴിമതികൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഭഗവാന് ആടിയ നെയ്യിനകത്ത് ഒരു അഴിമതികൾ നടത്തിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ആ അഴിമതിയുടെ പുറത്ത് പോലും, ആ തെറ്റിന്റെ പുറത്ത് പോലും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യം വരുന്നു. 2 CPM നേതൃത്വം കൊടുത്തിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരകത്തല്ലേ? ഒരാൾ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അങ്ങോട്ട് തുടരുന്നില്ലേ? എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമാണോ? നമ്മൾ ഓരോ ദേവസ്വം ബോർഡും പരിശോധിക്കണം. ഏത് ദേവസ്വം ബോർഡ് പരിശോധിച്ചാലും അവിടെ എല്ലാം അഴിമതിയാണ്. ഇതിനൊന്നും ഒരു കണക്കുമില്ല, ഒരു ആഡിറ്റിങ്ങും ഇല്ല, ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാകുകയാണ്. പക്ഷേ ഇവിടെ ഈ അന്വേഷണം നടന്ന് ഈ കാര്യത്തിൽ നടന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തി കൃത്യമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ CBI അന്വേഷണം കൊണ്ട് മാത്രമേ സാധിക്കൂ. നോക്കൂ, ED ഇതിന്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം ED എത്ര വളരെ വേഗത്തിലാണ് ഓരോരുത്തരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വേഗത SITക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. SITയുടെ അന്വേഷണം എവിടെയൊക്കെയോ മുട്ടി നിൽക്കുകയാണ്. ഏതൊക്കെയോ വാതിലുകളിൽ മുട്ടാനുള്ള ധൈര്യം SITക്കില്ല. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത ആവേശം മന്ത്രിയെ അറസ്റ്റ് ചെയ്യാനില്ല. ഇതിനകത്ത് ആരോപണ വിധേയരായിട്ടുള്ള ദേശീയ നേതാക്കന്മാരിലേക്ക് അന്വേഷണം പോകുന്നില്ല. അതുകൊണ്ട് വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കണമെങ്കിൽ CBI അന്വേഷണം വേണം എന്നാണ് കേരളത്തിലെയും ഈ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു കൊടിമരത്തിന്റെ പേരിൽ ഇവരെവിടെയെല്ലാം പിരിച്ചിട്ടുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള സ്വർണ്ണക്കൊള്ളയിൽ എന്തെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്, ഇതൊക്കെ അന്വേഷിക്കപ്പെടണം.
ഒരു 30 വർഷക്കാലത്തെ അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിനകത്തുണ്ടായിരിക്കുന്ന ഈ കുറുവാ സംഘത്തിന്റെ തട്ടിപ്പുകൾ മുഴുവനും പുറത്തു കൊണ്ടുവരാൻ സാധിക്കൂ. അതുകൊണ്ട് എന്ന് CBI അന്വേഷണം നടക്കും, എന്ന് CBI ഇത് കേസ് ഏറ്റെടുക്കും എന്നുള്ള പ്രതീക്ഷയോടെ ജനങ്ങളും വിശ്വാസികളും എല്ലാം കാത്തിരിക്കുകയാണ്. ആ വിശ്വാസം നിറവേറ്റപ്പെടണമെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ജനമനസ്സ്, പൊതുമനസ്സ് ഒന്നടങ്കം പറയുന്നു. മുൻപ് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞതുപോലെ BJPയുടെ കൈകളിലേക്ക് ഇത് അന്വേഷിക്കാൻ തക്കത്തിലുള്ള കപ്പാസിറ്റിയുള്ള ഒരു ചുമതല ലഭിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. ആ കാലഘട്ടത്തിലേക്കാണ് കേരളത്തിന്റെ പൊതുസമൂഹം കേരളത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നതെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്.